ടോൾസ്റ്റോയിയുടെ കോഫി ഹൗസ്. എഴുതിയത് ശ്രീ സതീഷ് മാക്കോത്ത്. വായിക്കുന്നത് സജിമോൻ. രാംദേറിലെ മണിഭദ്ര ജൈന ക്ഷേത്രവും ഒറ്റത്തൂൺ പള്ളിയുമൊക്കെ കാണിച്ചു കഴിഞ്ഞ് നൈഷാദ് ജാനി തപ്തിയുടെ തീരത്തേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, സുഹൃത്തുക്കളെ, സൂറത്തിൽ നിന്നും പണ്ടൊരു പേർഷ്യൻ സാഹിബ് ഓപ്പിയം കോഫി കുടിച്ച കഥ അറിയുമോ നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ സാരമില്ല, അന്നത്തെ അതേ കോഫി ഹൗസിൽ നിന്നും ഒരു കോഫി കുടിച്ച് നമുക്ക് പിരിയാം. ഹെറിറ്റേജ് നടത്തയിൽ പങ്കെടുത്തവർ തമ്മിൽ നോക്കി. കോഫി ഹൗസ് ഓഫ് സൂറത്ത്, ടോൾസ്റ്റോയുടെ ഒരു കഥയാണത്. നൈഷാദ് ജാനിയുടെ ശബ്ദം തപ്തിയിൽ നിന്നുമുള്ള കാറ്റൊലിയോടൊപ്പം ഉയർന്നു. ആ കോഫി ഹൗസ് ശരിക്കും ഉണ്ടായിരുന്നതാണോ? പലരും നൈഷാദ് ജാനിയോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, 200 വർഷങ്ങൾക്ക് ശേഷവും ആ പേർഷ്യൻ സാഹിബും കൺഫ്യൂഷ്യസിൻ്റെ പിൻഗാമിയുമൊക്കെ കോഫി ഹൗസിൽ ഇപ്പോഴുമുണ്ട്. വിപുൽ, കളിയാക്കേണ്ട, ആ കോഫി ഹൗസ് ഇന്നും ഇവിടെയുണ്ട്. എൻ്റെ കൂടെ വരിക. നൈഷാദ് ജാനി നദിക്കരയിലേക്ക് നടന്നു. 4 കൂടിയ കവല കടന്നപ്പോൾ നൈഷാദ് ജാനിയുടെ നടപ്പിന് വേഗത കൂടി. അയാളുടെ ഒപ്പമെത്താൻ ഞങ്ങൾ പാടുപെട്ടു. ഒരു സ്കൂൾ ബസ് ഞങ്ങൾക്കിടയിലൂടെ അപ്പോൾ കടന്നുപോയി. വീലുകൾക്കിടയിൽപ്പെട്ട് പൊടിഞ്ഞരഞ്ഞൊരു മൺകലം കറുത്ത റോഡിന് മുകളിൽ കളിമൺ പൊടി പരത്തി. കോഫി ഹൗസിന് മുന്നിലെത്തി നൈഷാദ് ജാനി കൈകൾ കൂട്ടി അടിച്ച് ശബ്ദമുണ്ടാക്കി. നദിക്കരയിൽ ഒറ്റക്കാലിലിരുന്നിരുന്ന കൊറ്റികളപ്പോൾ ചിറകടിച്ചുയർന്നു. പല വർണ്ണങ്ങൾ ചാലിച്ച് ചേർത്ത വഞ്ചികൾ തപ്തിയുടെ നീലപ്പരപ്പിലൂടെ ഒഴുകി നീങ്ങുന്നുണ്ടായിരുന്നു. ശരിക്കും അന്നത്തെ അതേ കോഫി ഹൗസ് തന്നെയാണോ ഇത്? ഞാൻ ചോദിച്ചു. എനിക്ക് മറുപടി നൽകാതെ നൈഷാദ് ജാനി എല്ലാവരോടുമായി പറഞ്ഞു, പ്രിയരെ, പേർഷ്യൻ പരവതാനി വിരിച്ച അകത്തളമോ പുറത്തെ തടിക്കുറ്റിയിലിരിക്കുന്ന ആഫ്രിക്കൻ അടിമയോ ബിസിനസ്സുകാരോ ടൂറിസ്റ്റുകളോ ഒന്നും തന്നെ ഇന്ന് ആ കോഫി ഹൗസിൽ ഇല്ല. ഏതായാലും കുറച്ചു നേരം ഇവിടെ ഇരുന്ന് കോഫി നുണഞ്ഞ് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ആ കഥ നമ്മൾക്ക് കേൾക്കാം. കീറിയ ബനിയനും വെയിലുകൊണ്ട് കരുവാളിച്ച ദേഹവും ചുളിവു വീണ മുഖവുമുള്ള ഒരാൾ അന്നേരം ധൃതിയിൽ അങ്ങോട്ടേക്ക് ഓടി വന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അയാളിലെ പരിഭ്രമം വളരെ പ്രകടമായിരുന്നു. കാഴ്ചയിൽ അയാൾ ഒരു മീൻപിടുത്തക്കാരനെ പോലെ തോന്നിച്ചു. വന്നപാടെ ഒരു കപ്പ് കോഫി അയാൾ ആവശ്യപ്പെട്ടു. മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു പാത്രത്തിൽ കോഫി വാങ്ങി വന്നതിലും വേഗത്തിൽ അയാൾ പുറത്തേക്ക് ഓടി. അങ്ങ് ദൂരെ നദിക്കരയിലെ വളക്കൂറുള്ള കറുത്ത മണ്ണിൽ ഉയർന്നു നിൽക്കുന്ന തപ്തി മാതാ മന്ദിർ കാണാമായിരുന്നു. കോഫി ഹൗസ് ഓഫ് സൂറത്ത് എന്നുവെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലം. ഇവിടെയായിരുന്നു അന്ന് ടോൾസ്റ്റോയിയുടെ കഥാപാത്രങ്ങൾ ചൂടേറിയ വാക്കേറ്റം നടത്തിയത്. ഓപ്പിയം കുടിച്ച് തലയ്ക്ക് പിടിച്ച ഒരു പേർഷ്യക്കാരൻ അയാളുടെ ആഫ്രിക്കൻ അടിമയോട് ചോദിച്ചു, എടോ, ദൈവമെന്നൊരു സംഗതി ഉണ്ടോ? കറുത്ത വർഗക്കാരൻ അയാളുടെ അരച്ചരഴയിൽ കെട്ടിയിട്ടിരുന്ന തടി കൊണ്ടുണ്ടാക്കിയ ദൈവരൂപത്തെ പുറത്തെടുത്തുകൊണ്ട് പറഞ്ഞു, കണ്ടോ, ഈ ദൈവരൂപമാണ് എൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള ജീവിതത്തെ സ്വാർത്ഥകമാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ദൈവമുണ്ട്. ദൈവത്തെ അരച്ചരടിൽ കെട്ടിയിട്ടിരിക്കുന്ന വിവരമില്ലായ്മയെ അവിടെയിരുന്ന ബ്രാഹ്മണൻ ചോദ്യം ചെയ്തു. അങ്ങനെ ഒരു വാക്കുതർക്കം തുടങ്ങുകയായി. ബ്രാഹ്മണനും ജൂതനും മുസ്ലിമും ക്രിസ്ത്യാനിയുമെല്ലാം അവരവരുടെ ദൈവത്തിനും ദേശത്തിനും വേണ്ടി വാദിച്ചു. ഇതെല്ലാം കണ്ടും കേട്ടും ഒന്നും മിണ്ടാതെ ഒരു ചൈനക്കാരൻ കോഫി ഹൗസിൻ്റെ മൂലയ്ക്ക് ചായയും മോന്തി ഇരിക്കുന്നുണ്ടായിരുന്നു. തുർക്കിക്കാരനായ മുഹമ്മദീയൻ തൻ്റെ അഭിപ്രായത്തെ പിന്താങ്ങി സംസാരിക്കാനായി ചൈനക്കാരനെ ക്ഷണിച്ചതോടെ കോഫി ഹൗസിലെ തർക്കം മറ്റൊരു വഴിക്ക് തിരിഞ്ഞു. നീണ്ട ഉടുപ്പിൻ്റെ ഉള്ളിൽ നിന്നും കൈകൾ പുറത്തേക്കെടുത്ത് നെഞ്ചിൽ കെട്ടി ചൈനക്കാരൻ പറഞ്ഞു, ഞാൻ ചൈനയിൽ നിന്നും ഒരു ഇംഗ്ലീഷ് കപ്പലിലാണ് ഇങ്ങോട്ടേക്ക് വന്നത്. വരുന്ന വഴി സുമാത്ര എന്ന ഒരു സ്ഥലത്ത് ശുദ്ധജലം ശേഖരിക്കാനായി ഇറങ്ങി. അവിടെ ഞങ്ങളൊരു അന്ധനെ കണ്ടു. അന്ധനാകുന്നതിന് മുമ്പുള്ള കാലം അയാൾ സൂര്യനെക്കുറിച്ച് പഠിക്കാനായാണ് പ്രധാനമായും വിനിയോഗിച്ചിരുന്നത്. സൂര്യൻ്റെ പ്രകാശകിരണങ്ങളെക്കുറിച്ച് പഠിക്കുവാനായി അയാൾ നിരന്തരം സൂര്യനിലേക്ക് നോക്കിയിരുന്നു. ദ്രാവകമോ തീയോ ദ്രവ്യമോ അല്ലാത്ത ഒന്നാണ് സൂര്യപ്രകാശം എന്ന് അയാൾ കണ്ടെത്തി.
ഒന്നുമില്ലായ്മയാണ് സൂര്യപ്രകാശം എന്ന് അയാൾ ഉറപ്പിച്ചു. നിരന്തരം സൂര്യനെ നോക്കി നോക്കി അയാളുടെ കാഴ്ച അപ്പോഴത്തേക്കും ഇല്ലാതായിരുന്നു. പ്രകാശം എന്നത് ഒന്നുമില്ലായ്മയാണെന്ന കണ്ടെത്തലും കൂടെ അന്ധതയും അയാളെ സൂര്യൻ എന്ന ഒന്നില്ല എന്ന നിഗമനത്തിലെത്തിച്ചു. അന്ധന് സഹായിയായി ഒരു അടിമയുണ്ടായിരുന്നു. ഞങ്ങളെത്തുമ്പോൾ അന്ധനും അടിമയും കൂടി സൂര്യൻ ഇല്ല എന്നതിനെക്കുറിച്ച് ചർച്ച നടത്തുകയായിരുന്നു. ആ ചർച്ച കേട്ടുകൊണ്ടിരുന്ന മറ്റൊരാൾ സൂര്യനെക്കുറിച്ച് അയാൾക്കുള്ള അറിവുകളും നിരത്തി. കടലിൽ നിന്നും പൊങ്ങി മലകൾക്കിടയിൽ ഒളിക്കുന്ന ഒരു തീഗോളമായിരുന്നു അയാൾക്ക് സൂര്യൻ. അവിടെ ഉണ്ടായിരുന്ന പലരും സൂര്യനെക്കുറിച്ച് അവരവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ചുരുക്കത്തിൽ ആരും മറ്റൊരാളുടെ അഭിപ്രായത്തെ മാനിച്ചില്ല. എല്ലാവർക്കും അവരവർ കണ്ട സൂര്യനായിരുന്നു സത്യം. എങ്ങനെയാണോ സൂര്യനെ ആ ആൾക്കാർ കണ്ടത്, അതുപോലെയാണ് ദൈവത്തിൻ്റെ കാര്യവും. ഓരോരുത്തരും അവരവരുടെ രീതിക്ക് ദൈവത്തെ പങ്കുവയ്ക്കുന്നു. ചൈനക്കാരൻ പറഞ്ഞു നിർത്തി. കോഫി ഹൗസിലെ അന്നത്തെ ചർച്ചയും അതോടെ അവസാനിച്ചു. നേരത്തെ വന്ന മീൻപിടുത്തക്കാരൻ അന്നേരം വീണ്ടും കോഫി ഹൗസിലേക്കെത്തി. ആദ്യ തവണ വന്നതുപോലെ പരിഭ്രാന്തമോ ക്ഷീണമോ അയാളുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല. അയാൾ വളരെ സന്തോഷവാനായിരുന്നു. ഒരു പെൺകുട്ടിയും അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. കടയിലോട്ട് കയറി വന്നപാടെ അയാൾ കടക്കാരന് കോഫിയുടെ പണം കൊടുത്തു. കയ്യിലിരുന്ന ചെറിയ മൺകലം അയാൾ ഉയർത്തിക്കാട്ടി. ചുവപ്പ് തുണിയാൽ മുഖം മൂടിക്കെട്ടിയ കലത്തിൽ മുത്തിയിട്ട് മീൻപിടുത്തക്കാരൻ പറഞ്ഞു, ബേട്ടി കോ കോഫി പീന വാല പക്കഡ് ലിയ, ലേക്കിൻ മഹാരാജ നാ കുച്ച് ഡർനെ കാ നഹീ. അർത്ഥം, കോഫി കുടിക്കുന്നവനാണ് മോളെ പിടിച്ചത്, പക്ഷെ മഹാരാജ് ഉള്ളതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. കഹാ സെ ആയാ കുച്ച് പത്താ ഹെ. അർത്ഥം, എവിടെ നിന്നും വന്നതെന്നറിയാമോ? അവിടെ ഉണ്ടായിരുന്നവരിൽ ചിലർ ചോദിച്ചു. യേ കുവർദ കാ നഹീ, വോ തോ പാനിപൂരി ഖാനാ വാല ഹെ നാ. അർത്ഥം, ഇത് കുവാർദായിലെ അല്ല, അവൻ പാനിപൂരി കഴിക്കുന്നവനാണല്ലോ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തപ്തിമാതാ മന്ദിറിൽ വല്യച്ഛനോടൊപ്പം അവശയായി വന്ന സുഹാനി എന്ന പെൺകുട്ടിയെക്കുറിച്ച് അയാൾ പറഞ്ഞു. കുവാർദയിലെ പ്രേതമായിരുന്നു സുഹാനിയെ പിടിച്ചിരുന്നത്. മഹാരാജ് സുഹാനിയെക്കൊണ്ട് എല്ലാം തുറന്നു പറയിച്ചു. കുവാർദയിലെ പ്രേതം പറഞ്ഞത് ഇതാണ്. കിമാമിലി ഗ്രാമത്തിൻ്റെ നടുക്ക് 4 കൂടിയ കവലയിൽ ആളുകൾ സൊറ പറഞ്ഞിരിക്കുന്ന കലുങ്കിൻ്റെ മറുവശത്ത് ടെക്സ്റ്റൈൽ മില്ലുകളിൽ പണിക്കു പോകുന്ന സ്ത്രീകളെ കാത്തിരിക്കുന്ന ഓട്ടോക്കാരുള്ള തെരുവിൻ്റെ ഒത്ത നടുക്കാണ് കസിയാത്ത് കുടുംബം എന്നെ മൺകലത്തിലാക്കി തട്ടിയത്. അഭ്യാസികളായ ഡ്രൈവർമാർ എന്നെ വെട്ടിച്ചുകൊണ്ട് ഓടിച്ചുപോയി. 2 ദിവസം റോഡിന് നടുവിൽ കിടക്കേണ്ടി വന്നു. അവസാനം ഒരു സ്കൂൾ ബസ് കയറി കലം പൊടിഞ്ഞു. കറുത്ത ടാറിന് മുകളിൽ പൊടി പറന്നു. എവിടെ നിന്നോ പാനിപൂരിയുടെ മണം എൻ്റെ കൊതിയുണർത്തിച്ചുകൊണ്ട് പറന്നെത്തി. സുമിത്രയും ഞാനും കൂടി അവസാനം കഴിച്ചതും പാനിപൂരിയായിരുന്നു. ഞാൻ ബസിൻ്റെ പുറകെ ഓടി. മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഓടുമ്പോൾ എന്നെ നോക്കി ആളുകൾ കളിയാക്കി ചിരിച്ചിരുന്നു. ഞാനന്ന് കുവാർദയിലെ ഭ്രാന്തനായിരുന്നല്ലോ. പാനിപൂരിയുടെ മണവും തേടി ഞാൻ സീറ്റുകളിൽ നിന്നും സീറ്റുകളിലേക്ക് നടന്നു. പിൻസീറ്റിൽ നിന്നും കുറച്ചു മുന്നിലായി വലതുവശത്ത് പാത്രത്തിലെ അവസാന പാനിപൂരിയും അകത്താക്കാനുള്ള ശ്രമത്തിലായിരുന്നു സുഹാനി. വായിലേക്ക് അടുക്കുന്ന സുഹാനിയുടെ വളയിട്ട കൈയിൽ ഞാൻ പിടുത്തമിട്ടു. അപ്പോൾ ബസ്സൊന്ന് വെട്ടിത്തിരിഞ്ഞു. പാവം സുഹാനി. കയ്യിലെ പാനിപൂരി തെറിച്ചു. അവസരവും നോക്കിയിരുന്ന ഞാനത് അനായാസം അകത്താക്കി. കുപ്പിവള ഒരെണ്ണം പൊട്ടി. സുഹാനിയുടെ തല വശത്തിലെ കമ്പിയിലിടിച്ച് മുഴച്ചു. സുഹാനി ഉറക്കെ കരഞ്ഞു. മറ്റു കുട്ടികൾ ഓടി വരുന്നതിന് മുമ്പ് ഞാൻ അവളുടെ നെറ്റി തടവാൻ ശ്രമിച്ചു. നടന്നില്ല. പ്രേതങ്ങളുടെ സ്പർശനം ജീവനുള്ള ശരീരത്തിന് അറിയാൻ കഴിയില്ല. ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്രയിലും ഞാൻ സുഹാനിയുടെ കൂടെ ഉണ്ടായിരുന്നു. സുമിത്രയും തലയിടിച്ചായിരുന്നു വീണത്. ദുമാസ് ബീച്ചിൽ നിന്നുമുള്ള മടക്കയാത്രയിലായിരുന്നു അന്ന് ഞങ്ങൾ. ദുമാസ് ബീച്ച് പണ്ടെങ്ങോ ഒരു ശ്മശാനമായിരുന്നു. എരിഞ്ഞു തീർന്ന ശവങ്ങളുടെ ചാരത്തിൽ നിന്നുമാണ് ദുമാസ് ബീച്ചിൽ കറുത്തിരുണ്ട മണ്ണുണ്ടായത്. ഇരുട്ട് വീണു കഴിഞ്ഞാൽ ദുമാസ് ബീച്ചിൽ ആരെയും നിൽക്കാൻ അനുവദിക്കില്ല. കരിങ്കൽ തിട്ടയോട് ചേർന്നുള്ള റോഡിൽ നിന്നും മുഖ്യ വഴിയിലേക്ക് സ്കൂട്ടർ തിരിക്കുകയായിരുന്നു ഞാൻ. പാഞ്ഞു വന്നൊരു ലോറി
ഒരു നിമിഷത്തിനുള്ളിൽ എല്ലാം മാറ്റിമറിച്ചു. സുമിത്ര എന്നോടൊപ്പം വീട്ടിലേക്ക് എത്തിയില്ല. ദുമസിലെ പ്രേതങ്ങൾ അവളെ എടുത്തെന്ന് കുവാർദയിലെ ആളുകൾ പറഞ്ഞു. കുവാർദയിലേക്ക് മടങ്ങി വന്ന ഞാൻ ചിരിച്ചു, നിർത്താതെ ചിരിച്ചു. സുമിത്ര എൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അവളെ കൺമുൻപിൽ കാണുന്ന ഓരോ നിമിഷവും എനിക്ക് ആഹ്ലാദകരമായിരുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നതിനാൽ ആൾക്കാർ പറഞ്ഞു എനിക്ക് ഭ്രാന്താണെന്ന്. ശരിക്കും എനിക്കായിരുന്നോ ഭ്രാന്ത്? സത്യമറിയാത്ത മനുഷ്യർ, അവർ കാണാത്തതിനും കേൾക്കാത്തതിനും അപ്പുറം ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന മൂഢന്മാർ. കുവാർദയിലെ പഞ്ചസാര ഫാക്ടറിക്ക് മുന്നിൽ എൻ്റേതായി 10 ബീഘ സ്ഥലമുണ്ടായിരുന്നു. ഭ്രാന്തന് കൃഷി ചെയ്യാൻ പാടില്ലല്ലോ. കരിമ്പിൻ കൃഷിയില്ലാതെ നിലം തരിശായി. ഫാക്ടറിയിലേക്ക് വന്ന ലോറികൾ എൻ്റെ നിലത്തിൽ താവളമടിക്കാൻ തുടങ്ങി. ഞാനപ്പോൾ ഫാക്ടറിക്ക് മുന്നിലെ കലുങ്കിന് മുകളിൽ ഒരു കിടക്ക വിരിച്ചു. എൻ്റെ മുന്നിൽ എപ്പോഴും സുമിത്ര ഉണ്ടായിരുന്നതിനാൽ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ചില ലോറിക്കാർ സുമിത്രയെ ലക്ഷ്യമിട്ടിരുന്നു എന്നെനിക്ക് തോന്നി. അത്തരക്കാരെ ഞാൻ കമ്പിവടി കൊണ്ട് നേരിട്ടു. കമ്പനിക്കാർ പരാതിയുമായി ഓഫീസുകൾ കയറിയിറങ്ങി. ഒരു രാത്രി എൻ്റെ പുറത്തുകൂടെ ഒരു ലോറി കയറിയിറങ്ങി. മരിച്ചവരുടെ ലോകത്തിൽ സുമിത്രയെ ഞാൻ ഒത്തിരി തിരഞ്ഞു. എങ്ങും അവൾ ഉണ്ടായിരുന്നില്ല. മോള് ഭൂതത്തെ കണ്ടിട്ടുണ്ടോ? ഞാൻ മീൻകാരൻ്റെ കുട്ടിയോട് ചോദിച്ചു. ഇല്ല, പക്ഷേ റോഡിന് നടുവിലെ മൺകലം കണ്ടിട്ടുണ്ട്. പാവം ഭൂതം. റോഡിൽ നിന്നും കലത്തിലേക്കും കലത്തിൽ നിന്നും റോഡിലേക്കും. പറഞ്ഞു മുഴുവിക്കുന്നതിന് മുൻപേ ഗ്രൂപ്പ് വളണ്ടിയറായ സുശീല ബഹൻ പട്ടേൽ എന്നോട് തട്ടിക്കയറി. आप मद्रासी लोग कम्युनिस्ट है ना? ये सब समझ में नहीं आता. അർത്ഥം, കമ്മ്യൂണിസ്റ്റുകളായ മദ്രാസികൾക്ക് ഇതൊന്നും മനസ്സിലാവില്ലല്ലോ. വഴക്കിടേണ്ട. നൈഷാദ് ജാനി ഞങ്ങൾക്കിടയിലേക്ക് കയറി. ദൗർദെ ബാർബോസ എന്ന പോർച്ചുഗീസ് സഞ്ചാരി എന്താണ് പറഞ്ഞതെന്ന് കൂടി കേട്ടിട്ട് നമുക്ക് ഈ ഹെറിറ്റേജ് വാക്ക് അവസാനിപ്പിക്കാം. മലയാളം എഴുതാനും വായിക്കാനും അറിയാമായിരുന്ന ദൗർത്തെ ബാർബോസ മലബാറിൽ നിന്നുമാണ് സൂരജ്പൂരിൽ എത്തിയത്. സൂരജ്പൂരിനെ സൗരാത്തെ ആക്കിയത് അദ്ദേഹമാണ്. പിന്നീട് മുഗളന്മാരത് സൂറത്തുമാക്കി. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഈ നഗരത്തെ മനസ്സിലാക്കാൻ ദൗർത്തെ ബാർബോസ എഴുതിയ ഒറ്റ കാര്യം മതി. വളരെ മനോഹരവും വൃത്തിയുള്ളതുമായ വീടുകളും ചത്തുരങ്ങളുമുള്ള സമ്പന്നമായ ഒരിടമാണ് റാനേൽ, ഇന്നത്തെ റാന്തേർ. അവിടെ താമസിക്കുന്ന മൂറുകൾ, മുസ്ലിങ്ങൾ, വിദേശ രാജ്യങ്ങളുമായി കച്ചവടം നടത്തുന്നവരും വൃത്തിയും വെടുപ്പുമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരും അതിസുന്ദരിമാരായ ഭാര്യമാർ ഉള്ളവരുമാണ്. അവരുടെ സ്ത്രീകൾ നഗരത്തിൽ യഥേഷ്ടം പുറത്തിറങ്ങി നടക്കുന്നവരും മറ്റു സ്ഥലങ്ങളിൽ കണ്ടുവരുന്നത് പോലെ മുഖം മറച്ച് നടക്കുന്നവരുമല്ല. പരിഷ്കൃതരായ ഒരു ജനത താമസിച്ചിരുന്നിടം ആണിതെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അടുത്ത ആഴ്ച വീണ്ടും മണിഭദ്ര ക്ഷേത്രത്തിനു മുന്നിൽ പുതിയൊരു ഹെറിറ്റേജ് വാക്കിനായി കൂടിച്ചേരുന്നവരേക്കും എല്ലാവർക്കും നന്ദി. അന്നേരം അവിടെ വേറൊരു തർക്കം തുടങ്ങി. നല്ല ഒന്നാന്തരം പേരാണ് ഇവന്മാർ ഖുറാനിലോട്ടാക്കിയത്, മയൂർ ഷാ ദുഃഖത്തോടെ പറഞ്ഞു. ഖുറാനെ പറയരുത്, ആസിഫ് സയ്യിദ് വിരൽ ചൂണ്ടി. വെയിലിന് ശക്തി കൂടി വന്നു. മീൻപിടുത്തക്കാർ നദിക്കരയിൽ വല കുടഞ്ഞു. കുറേ തെരുവ് പൊട്ടികൾ വലക്കാർക്കു ചുറ്റും സ്നേഹത്തോടെ വാലാട്ടി നിന്നു. ഞാൻ നൈഷാദ് ജാനിയോട് യാത്ര പറഞ്ഞ് കറുത്ത മണലിലൂടെ നടന്ന് കവലയിലെത്തി. റോഡിനു നടുവിൽ പുതിയ ഒരു കലം. ശ്രദ്ധിക്കാതിരിക്കാനായില്ല. കഥ ഇവിടെ അവസാനിക്കുന്നു. കടപ്പാട് ടോൾസ്റ്റോയ് എഴുതിയ കോഫി ഹൗസ് ഓഫ് സൂററ്റ്.